വൈദ്യുതി തൊഴിലാളികളും ഓഫീസർമാരും പെൻഷൻകാരും കരുനാഗപ്പള്ളി വൈദ്യുതി ഭവന് മുൻപിൽ ധർണ നടത്തി. നാഷണൽ കോഓർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. പെൻഷൻ ഗ്രാറ്റുവിറ്റി മാസ്റ്റർ ട്രസ്റ്റിന്റെ പ്രവർത്തനം സജീവമാക്കുക, പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയ ഉത്തരവുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മുൻകാല ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക, ക്ഷാമബത്ത ഗഡുക്കൾ അനുവദിക്കുക, വൈദ്യുതി മേഖലയിൽ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കുക, പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുക, പെറ്റി കോൺട്രാക്ട് ബില്ലുകൾ താമസം വിനാ പാസാക്കി പണം നൽകുക, പെൻഷൻ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര നയം തിരുത്തണമെന്നും ആവശ്യമുയർന്നു. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി K. അശോകൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നിലവിലുള്ള ലയബിലിറ്റി 1480 കോടി രൂപയാണ് പെൻഷനും പെൻഷൻ ആനുകൂല്യങ്ങളും കൊടുക്കാൻ വേണ്ടി. ഞാൻ ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. കാര്യം 2024 മെയ് മാസം 31 തീയതി റിട്ടയർ ചെയ്ത എത്രയോ പേർ അവർക്ക് മാസം തോറുമുള്ള പെൻഷൻ കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ച് വിവിധ തരത്തിലുള്ള അവരുടെ ജീവിതാഭിലാഷങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് കിടപ്പാടം വേണ്ടുന്നവർക്ക് കിടപ്പാടം ഉണ്ടാക്കാൻ, മക്കളെ കെട്ടിച്ചയക്കാൻ, അല്ലെങ്കിൽ കടം തീർക്കാൻ, ഇതിനൊക്കെ വേണ്ടി കരുതിയിരുന്ന ആളുകൾക്ക് ഇന്നും പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഇന്ദു RS അധ്യക്ഷത വഹിച്ചു. CITU ഡിവിഷൻ സെക്രട്ടറി സന്തോഷ്, വർക്കേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി മണിക്കുട്ടൻ, INTUC ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് ഖന്ന, ഓഫീസേഴ്സ് അസോസിയേഷൻ സോണൽ കമ്മിറ്റി അംഗം രാജേഷ് കുമാർ, വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.